അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അന്യൻ്റെ വീട്ടിലേക്കോ മുറിയിലേക്കോ ഒളിഞ്ഞു നോക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അന്യൻ്റെ വീട്ടിലേക്കോ മുറിയിലേക്കോ ഒളിഞ്ഞു നോക്കുന്നത് മര്യാദക്കേടാണ്, ഒരു നിലക്കും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത്തരം പ്രവൃത്തികൾ 20-ാം നൂറ്റാണ്ടിൻ്റെ മനഃശാസ്ത്രജ്ഞനായ വില്യം ഫ്രോയിഡ് ഇത്തരത്തിൽ ഒളിഞ്ഞു നോക്കാനുള്ള ത്വരയെ മനോരോഗമായാണ് കാണുന്നത്. അന്യൻ്റെ സ്വകാര്യത കാണാനും അവൻ്റെ രഹസ്യങ്ങൾ അറിയാനുമുള്ള ആഗ്രഹം വലിയൊരു മാനസിക വൈകല്യം തന്നെയാണ്. ഒളിഞ്ഞു നോട്ടത്തിനെതിരിൽ ശക്തമായ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിക്കുന്നത്. ഒരിക്കൽ ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വകാര്യമുറിയിലേക്ക് എത്തിനോക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചീർപ്പ് കൊണ്ട് മുടി ചീകുകയായിരുന്നു. അയാൾ വീടിനകത്തേക്ക് നോക്കിയതറിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ വീടിനകത്തേക്ക് നോക്കുന്നത് ഞാൻ അന്നേരം അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചീർപ്പ് കൊണ്ട് നിൻ്റെ കണ്ണിന് കുത്തിയേനെ. അദ്ദേഹം ചെയ്ത ആ തെറ്റിൻ്റെ ഗൗരവത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിച്ചുകൊണ്ട് കുത്താനൊരുങ്ങി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ നിൻ്റെ വീട്ടിലേക്ക് അനുവാദമില്ലാതെ നോക്കിയാൽ അയാളെ ചെറിയ കല്ല് കൊണ്ടെറിഞ്ഞ് കണ്ണ് പൊട്ടി, എന്നാലും നീ കുറ്റക്കാരനല്ല. ബുഖാരി, മുസ്ലിം. ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഒളിഞ്ഞു നോക്കുന്നതിൻ്റെ ഭവിഷ്യത്താണ് ഞാനിപ്പോൾ ഈ ചെറിയൊരു ഹദീസിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണർത്തിയത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.